Hi friends, this is Nandu from NanduZzz lifestyle. ഇന്നത്തെ നമ്മുടെ വീഡിയോ തുളസി എന്ന അത്ഭുത സസ്യത്തെക്കുറിച്ചാണ്. തുളസിയിൽ വൈറ്റമിൻ സിയും സിങ്കും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് ഒരു പ്രകൃതിദത്തമായ പ്രതിരോധ ശക്തി കൂട്ടുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. തുളസിയിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉള്ളതിനാൽ പനി, ചുമ തുടങ്ങിയ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ഈ അത്ഭുത സസ്യത്തിനുണ്ട്. പനി, ചുമ, കഫക്കെട്ട്, മൂക്കൊലിപ്പ് എന്നിവയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ ഇന്ത്യയിൽ പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ആയുർവേദ കാപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതിനായിട്ട് നമുക്ക് ഡ്രൈ ജിഞ്ചർ 2 പീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെപ്പർ കോണും എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണമെങ്കിലും പെപ്പർ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കണം. സാധാരണയായി ചുക്ക് കാപ്പി നമ്മൾ തയ്യാറാക്കുന്നത് മഞ്ഞുകാലത്തും മഴക്കാലത്തുമാണ്. മാറി വരുന്ന ക്ലൈമറ്റിൽ നിന്നും ശരീരത്തെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാപ്പി നമ്മളെ സഹായിക്കും. ഇങ്ങനെ ഒരു കാപ്പി കുടിക്കുന്നത് കൊണ്ട് മൂക്കൊലിപ്പ്, തുമ്മൽ തുടങ്ങിയ ക്ലൈമറ്റ് മാറി വരുന്ന അസുഖങ്ങളൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ചുക്കും കുരുമുളകും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതാണ് ശർക്കരയുടെ സിറപ്പാണ് വേണ്ടത്. ശർക്കരയോ പനം കൽക്കണ്ടമോ ഉപയോഗിക്കാം നമുക്ക്. ഇനി നന്നായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒരു മൺകലത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടിരിക്കുന്ന തുളസിയുടെ ഇല ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുക്കും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സിറപ്പാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കരയോ കരിപ്പട്ടിയോ ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളത്തിന് ഏകദേശം 4 സ്പൂണോളം ശർക്കര സിറപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വന്ന് കുരുമുളകിലെയും അതേപോലെ തന്നെ ചുക്കിലെയും സത്തുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് പിടിച്ച് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പിലേക്ക് പകർന്നെടുക്കാം. നമ്മുടെ ആയുർവേദിക് കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുടിക്കുമ്പം നമ്മുടെ മൂക്കൊലിപ്പോ തൊണ്ട വേദനയോ അതേപോലെ തന്നെ തൊണ്ടയിലുണ്ടാകുന്ന ചൊറിച്ചിൽ പോലത്തെയൊക്കെയോ ഒക്കെ മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചുമയോ തുമ്മലോ ഒക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് മുഖക്കുരുവൊക്കെ വരാതിരിക്കാനും അതേപോലെ തന്നെ മുഖക്കുരുവൊക്കെ വന്ന പാടുകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് തുളസി വെച്ചിട്ടുള്ള ഒരു ഹെർബൽ ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തുളസിയിലെ ഇല കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് അതിൻ്റെ നീര് മാത്രം ഒന്ന് എടുത്തുക്കണം. നന്നായിട്ടൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുകയാണ്. ലേശം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് തുളസി ഒന്ന് അരച്ചെടുക്കാം. തുളസി നീരൊന്ന് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. അതിനായിട്ട് വൃത്തിയുള്ള ഒരു വെള്ള തുണിയിൽ കൂടെ ഒന്ന് ജ്യൂസ് മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം.
പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂണോളം തുളസിയുടെ നീരാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റൈസ് ഫ്ലോറാണ്. അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും റിങ്കിൾസും ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ്. ഹണിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് മുഖക്കുരു ഒക്കെ വന്ന മുറിവുകൾ ഉണക്കാനും അതേപോലെ തന്നെ മുഖക്കുരു വന്ന ഇൻഫെക്ഷനൊക്കെ മാറാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഹണി നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ പാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിക്കാം. ഏകദേശം 2 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം. ഈ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്കിന്നിനെ നല്ല തിളക്കമുള്ളതാക്കാനും അതേപോലെ തന്നെ തുളസി ചർമ്മസുഷിരത്തിലെ അഴുക്കുകളും എണ്ണകളും ഒക്കെ കളയാനായിട്ടും ഹെൽപ്പ് ചെയ്യും. മുഖക്കുരു കരിവാളിപ്പ് ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും. മുഖക്കുരു ഒക്കെ കൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു ഉപകാരമാകും ഈ ഒരു വീഡിയോ. അടുത്തായിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടത് സ്കിന്നിനെ നല്ല ടോണാക്കി വെക്കാനായിട്ടും റേഡിയൻ്റ് ആക്കി വെക്കാനായിട്ടും വേണ്ടിയിട്ടുള്ള തുളസി വെച്ചിട്ടുള്ള ഒരു സ്കിൻ ടോണറാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ടോണറാണിത്. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആൽക്കഹോൾ കണ്ടൻ്റ് അടങ്ങിയ ടോണറുകൾ നമുക്ക് മാറ്റിയിട്ട് വീട്ടിൽ തന്നെ കുറച്ച് തുളസി ഇല ഉപയോഗിച്ച് നമുക്ക് ടോണർ തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക മാത്രമല്ല നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണിത്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയ തുളസി ഇല ഒരു കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. അതിലേക്ക് ചെറിയൊരു ബൗൾ ഇറക്കി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഒരു ടോപ്പ് കൊണ്ട് അടയ്ക്കണം. കുറച്ച് ഐസ് ക്യൂബുകൾ ഇതിൻ്റെ മുകളിലിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പം നമ്മുടെ ഇറക്കി വെച്ച ബോളിനകത്ത് നന്നായിട്ട് നീരാവി വന്നിട്ട് ഈ നമ്മുടെ തുളസിയുടെ എല്ലാ എക്സ്ട്രാക്റ്റുകളും അടങ്ങിയ നല്ല ടോണർ നമുക്ക് കിട്ടും. നല്ല ബാഷ്പീകരണം കിട്ടും. നല്ല മണമാണ്. നല്ല തുളസിയുടെ നല്ല മണമാണ്. വെള്ളയായിട്ടിരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകില്ല എന്നൊന്നും വിചാരിക്കരുത്. വളരെ നല്ല ഒരു ടോണറാണ്. തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. ഈ ഒരു ടോണർ മുഖക്കുരു ഒക്കെ വരാതിരിക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിനെ എപ്പോഴും ടോണാക്കി വയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പുറത്തുനിന്ന് നമുക്കൊരു ടോണറിൻ്റെ ആവശ്യമില്ല. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടിപ്പുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.